ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മസ്താനിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ. കഴിഞ്ഞ ദിവസം രേണു സുധിയെ പ്രകോപിച്ചുകൊണ്ട് മസ്താനി സംസാരിച്ചിരുന്നു. രേണു വിധവ കാർഡ് എടുക്കുന്നെന്നും എന്തിനാണ് കൊല്ലം സുധിയെ നാണം കെടുത്തുന്നതെന്നും മസ്താനി ചോദിച്ചു. സ്വന്തം ഭർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ മസ്താനിക്ക് എന്ത് കാര്യമെന്നായിരുന്നു രേണുവിൻ്റെ ചോദ്യം. മസ്താനിയെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും വരുന്നുണ്ട്. വിധവ കാർഡ് എടുക്കരുതെന്ന് മസ്താനി. രേണു സുധി: എൻ്റെ ഭർത്താവിനെ ഞാൻ എൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ്. ഞാൻ വിധവയല്ല. മസ്താനി: വിധവയല്ല പിന്നെ എന്താണ്? രേണു സുധി: ഞാൻ വിധവയല്ല. എൻ്റെ ഭർത്താവ് എൻ്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല. മസ്താനി: വെറുതെ എന്തിനാ ആ മനുഷ്യനെ നാണം കെടുത്തുന്നത്? തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളിനെ എന്തിനാണ് നാണം കെടുത്തുന്നത്? രേണു സുധി: തലയ്ക്ക് മുകളിലല്ല, എൻ്റെ ഉള്ളിലാണ്. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമല്ല, എൻ്റെ ഉള്ളിൽ തന്നെയാണ്. മസ്താനി: മരിച്ചാൽ പോലും സ്വൈര്യം കൊടുക്കുന്നില്ല. രേണു സുധി: എൻ്റെ ഭർത്താവല്ലേ, മസ്താനിക്ക് എന്താ പ്രശ്നം? ഇപ്പോഴാണ് രേണു സുധിയുടെ സ്റ്റാൻഡേർഡുള്ള ഒരു എതിരാളി അവിടെ എത്തിയത്. സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൊന്ന് ഇങ്ങനെ: മസ്താനിയെ വിമർശിച്ചും അഭിപ്രായങ്ങളുണ്ട്. മരിച്ചുപോയവരുടെ പേര് വെച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഇവൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? രേണു സുധിയെ വളരെ പേഴ്സണലായി അപമാനിച്ചു. ഈ മസ്താനി വളരെ മോശം. ട്രിഗർ ചെയ്യണമെങ്കിൽ വേറെ എന്തൊക്കെ പറയാം ഇവൾക്ക്? മസ്താനി വന്നടയെ തന്നെ താനൊരു ഒന്നാന്തരം വിഷപ്പാമ്പാണെന്ന് തെളിയിച്ചു. ഇങ്ങനെ പേഴ്സണൽ ബുള്ളിംഗ് ഒക്കെ അനുവദനീയമാണോ ബിഗ് ബോസിൽ? സൗന്ദര്യം മാത്രം ഉണ്ടായാൽ പോരാ, വകതിരിവ് വട്ടപൂജ്യം എന്നാണ് മറ്റൊരു പോസ്റ്റ്. രേണുവിനെ പ്രകോപിപ്പിച്ചത് നന്നായി എന്നും രേണു ഒന്നും ചെയ്യാതെ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണെന്നും അഭിപ്രായമുണ്ട്. ഓൺലൈൻ മീഡിയകളിൽ ആങ്കറായി എത്തി ശ്രദ്ധിക്കപ്പെട്ട ആളാണ് മസ്താനി.